ഒരു പ്രശ്നം റഹീം. ഓ ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. സന്ദീപ് നായർ BJP ആണ് എന്ന് അമ്മ പറഞ്ഞു എന്നും സന്ദീപ് നായരുടെ ഫേസ്ബുക്കിൽ BJP നേതാക്കളുമായുള്ള ഫോട്ടോ ഉണ്ട് എന്നതുമാണ് നിങ്ങൾ അദ്ദേഹം BJP പ്രവർത്തകനാണ് എന്ന് പറയുന്നതിന്റെ കാരണം. ഇപ്പോൾ നേരത്തെ താങ്കൾ പറഞ്ഞു EP ജയരാജന്റെ മകനെതിരായി ഉയർന്ന ആരോപണത്തിന് പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്, അതോടൊപ്പം മാധ്യമങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, ആരോപണത്തിന് വക്കീൽ നോട്ടീസ് അയച്ചു എന്ന്. CPM സംസ്ഥാന സെക്രട്ടറി വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടോ? ഒരു കാര്യം കേൾക്കൂ, നിങ്ങൾ പറഞ്ഞത് എത്ര കളവാണ്, എന്ത് വസ്തുതാ വിരുദ്ധമാണ്. CPM പ്രവർത്തകനാണ് എന്ന് നിങ്ങൾ ബ്രേക്കിംഗ് ന്യൂസാണ് കൊടുത്തത്. എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങൾ അതിന് നിശ്ചയിച്ചത് അദ്ദേഹത്തിന്റെ CPM ബന്ധം ബ്രേക്കിംഗ് ന്യൂസ് ഉള്ള വാർത്താമൂല്യമുള്ള ഒരു വാർത്തയായിട്ടാണ് നിങ്ങൾ അതിനെ കണ്ടത്, ആഘോഷിച്ചത്. നിങ്ങൾ രാത്രിയിൽ തിരുത്തിയപ്പോഴെന്താണ് കേരളം അറിയുന്നു ആ മകൻ CPM അല്ല എന്ന് മാത്രമല്ല BJP ആണ്. അതും ആ അമ്മയുടെ സോഴ്സ് മാത്രമേ ഉള്ളൂ. ആ അമ്മ BJP ആണെന്ന് പറയുമ്പോൾ അത് ബ്രേക്കിംഗ് ന്യൂസേ അല്ല. ജയരാജന്റെ മകൻ EP ജയരാജന്റെ മകനെ കുറിച്ച് വളരെ വസ്തുതാവിരുദ്ധമായ ഒരു ആരോപണം ഉന്നയിക്കുന്നു. ഇതൊക്കെ അന്തരീക്ഷത്തിൽ ഷാനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഏതൊരാളെയും ഇതുപോലെ ആർക്കും വേട്ടയാടാമെന്ന് നില വരരുത്. രാഷ്ട്രീയം പറയുമ്പോൾ കൃത്യമായ രാഷ്ട്രീയം പറയണം. അത് വസ്തുതയാകാം, ഇനി വസ്തുതയില്ലെങ്കിലും രാഷ്ട്രീയം പറഞ്ഞു. രാഷ്ട്രീയം പറയുമ്പോൾ എതിരിൽ നിൽക്കുന്ന രാഷ്ട്രീയ എങ്ങനെയാണ് സ്ഥിരീകരിക്കേണ്ടത്? അതായത് സ്വർണ്ണക്കടത്ത് കേസ് പ്രതി മന്ത്രിയുടെ മകനുമായും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മകനുമായും ഒക്കെ അടുത്ത ബന്ധമുണ്ട്, അതിൽ ബിസിനസ് ഇടപാടുകൾ നടന്നിട്ടുണ്ട്, കൈക്കൂലി ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന ആരോപണമാണ് മുന്നിൽ വരുന്നത്. അത് വസ്തുതയാണോ അല്ലയോ എന്ന് നമ്മൾ എങ്ങനെയാണ് അറിയുക? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ആരോപണ വിധേയർ തെളിയിക്കണം. ശരി, ആ വാദത്തെ ഞാൻ ശരിവെക്കുന്നു. ഞാനൊരു ആരോപണം പറയുന്നു. നിങ്ങളുടെ ചാനലിലെ പ്രമുഖ അവതാരകനായ അയ്യപ്പദാസിന് പറയട്ടെ പ്ലീസ്, അയ്യപ്പദാസിന് സ്വർണ്ണക്കടത്ത് പ്രതികളുമായി അടുത്ത ബന്ധമുണ്ട്, അവരുമായി സാമ്പത്തിക ഇടപാടുകളുണ്ട്, ഹവാല ഇടപാടുകൾ പോലും ഉണ്ട് എന്ന് ഞാൻ ആരോപിച്ചാലോ? അങ്ങനെ ആരോപിക്കാൻ താങ്കൾ പറഞ്ഞ ലോജിക് അനുസരിച്ച് താങ്കൾ തെളിയിക്കണം. ഒന്നും വേണ്ടായിരുന്നു. ശ്രീ റഹീം, ഇവിടെ കഥയല്ല നിങ്ങൾ ഉന്നയിക്കുന്നത് പോലെ കഥയല്ല. ശ്രീ റഹീം, പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മകനെ ചോദ്യം ചെയ്യുന്നത് ED ആണല്ലോ അല്ലേ? നിങ്ങൾ അക്കാര്യത്തിൽ ഒരു അഭിപ്രായം പോലും പറഞ്ഞോ? മകളെ, നീ നാട്ടുകാരുടെ മുമ്പിൽ വെച്ചെന്നെ നാട്ടിച്ചില്ലേ? അതല്ല പറഞ്ഞോ? അതല്ല. ഒന്ന് കേൾക്കൂ. നിങ്ങൾ വളരെ പെട്ടെന്ന് പ്ലീസ് ഒരു കാര്യം കേൾക്കൂ, പ്ലീസ് ഒന്ന് കേൾക്കൂ. നിങ്ങൾ എത്ര സമർത്ഥമായിട്ടാണ് EP-യുടെ മകനിൽ നിന്ന് വേറൊരു നേതാവിന്റെ മകനിലേക്ക് പോകുന്നത്? വേറൊരു നേതാവല്ല, നിങ്ങൾ EP-യുടെ മകനെ കുറിച്ചാണ് ചോദിച്ചത്. പറയട്ടെ നിങ്ങൾ മറുപടി പറഞ്ഞോ? മുഖ്യമന്ത്രിയുടെ ചോദ്യം വന്നു, നിങ്ങൾ മറുപടി പറഞ്ഞോ? പ്രേക്ഷകർ കാണുകയാണ് ശ്രീ റഹീം, പ്രേക്ഷകർ കാണുകയാണ്. ഏത് ചോദ്യത്തിനാണ് മുഖ്യമന്ത്രി ഇന്ന് മറുപടി പറഞ്ഞത്? ഏത് ചോദ്യത്തിനാണ് ശ്രീ റഹീം വ്യക്തമായി മറുപടി പറയുന്നത്? ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഞാൻ ചോദിക്കുന്നത് വസ്തുതാപരമായി തന്നെ മറുപടി പറയാമല്ലോ അല്ലേ? പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞോ? മുഖ്യമന്ത്രി പറഞ്ഞോ? പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞോ ഈ ആരോപണങ്ങൾ തെറ്റാണ്, ഇതൊന്നും ശരിയല്ല, പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മകനെതിരെ ഇങ്ങനെ അന്വേഷണമേ നടക്കുന്നില്ല, ED ചോദ്യം ചെയ്തത് എന്തിനാണെന്നുള്ളത് പ്രശ്നമേ അല്ല, നിങ്ങൾ പറഞ്ഞോ? ഇപ്പോൾ ജലീലിന്റെ കാര്യത്തിൽ നിങ്ങൾ ന്യായീകരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ അതിര് കിടക്കുന്നു.